ചേട്ടൻ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ലോൺ എടുത്ത് ഒരാൾ പ്രോപ്പർട്ടി മേടിക്കാൻ പോകുമ്പോൾ അയാൾ ചെയ്യാൻ സാധ്യതയുള്ള കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ അടുത്ത് കസ്റ്റമർ ലോണിന് വേണ്ടി വരുമ്പോൾ എത്ര രൂപ ലോൺ കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എലിജിബിലിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര രൂപ കിട്ടുമെന്ന് പറയും. അയ്യോ ഞാൻ വേറെ ബാങ്കിൽ ചോദിച്ചപ്പോൾ ഞാൻ 50 ലക്ഷം രൂപ പ്രോപ്പർട്ടി മേടിക്കണം, എനിക്ക് 40 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻ്റ് എഴുതിയില്ലോ എന്ന് പറഞ്ഞു. അവരെനിക്ക് തരാമെന്ന് പറഞ്ഞാണ്, പിന്നെ അവരിപ്പോൾ തരില്ല എന്ന് പറഞ്ഞു. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് സ്ഥലത്ത് ഇപ്പോൾ ഒരു ബാങ്കിലോ ഈ കറക്റ്റ്ലി നമ്മൾ ബാങ്കിൽ ചെന്ന് അന്വേഷിക്കും എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇരിക്കുന്നവർ ശരിക്കും ലോൺ കൺസൾട്ടൻ്റ് ആയിരിക്കില്ല. അവർ നോർമൽ പ്രൊസീജിയറായി പറയണേ. അതായത് ഒരാൾ പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ 80% ലോൺ കിട്ടും, അതൊരു നോർമൽ പ്രൊസീജിയർ. പക്ഷേ ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ അവർ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ എലിജിബിലിറ്റി വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആദ്യം നമുക്ക് എത്ര എമൗണ്ട് ലോൺ കിട്ടും, നമ്മൾ മേടിക്കുന്ന പ്രോപ്പർട്ടി 80% കിട്ടൂല, എത്ര എമൗണ്ട് കിട്ടുമെന്ന് ആദ്യം നോക്കണം. അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ഇൻകവും, ഈ പറഞ്ഞ IT റിട്ടേൺസ്, അല്ലെങ്കിൽ സാലറി സ്ലിപ്പ്, അതല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ട്രാൻസ്ഫർ, ഇതെല്ലാം ഡിപ്പെൻഡ്സ് ചെയ്ത് ബാങ്ക് പോളിസീസ് വെച്ചിട്ടാണ് പറയുക. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി നോക്കിയാൽ ഏറ്റവും നല്ലത് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഏതെങ്കിലും ബാങ്ക് മാനേജേഴ്സിനെ, ഈ ഹോം ലോണുമായി ബന്ധപ്പെട്ട ആളുകളെ പരിചയമുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി ചോദിക്കാം. അതല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഏതെങ്കിലും കൺസൾട്ടനെ സമീപിക്കുക. എനിക്ക് എത്ര ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റും, ഞാൻ എത്ര മാർജിൻ എൻ്റെ ഇൻകം വെച്ചിട്ട് എനിക്ക് എത്ര ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന പ്രോപ്പർട്ടിയുടെ വില ഇത്രയുമാണ്, എനിക്ക് ഇത്ര എമൗണ്ട് ലോൺ വേണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊവിഷൻസ് ഉണ്ടോ, എനിക്ക് ഇത്ര എമൗണ്ട് ലോൺ കിട്ടാനുള്ള പ്രൊവിഷൻസ് ഉണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ അയാൾക്ക് എല്ലാം വർക്കൗട്ട് ചെയ്തിട്ട് ഇത്ര എമൗണ്ട് വരെ നമുക്ക് ലോൺ തരാം, ഈ ലിമിറ്റിൽ നിൽക്കുന്ന പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് പോയി പ്രോപ്പർട്ടി കാണാം. പിന്നെ ഇപ്പോൾ പല ബാങ്ക്സിലും നമുക്ക് പ്രോപ്പർട്ടി നോട്ട് ഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞിട്ട് പ്രീ അപ്രൂവ്ഡ് ലോൺ സാങ്ഷൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അവർക്ക് ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും പ്രോപ്പർട്ടി ഫൈനലൈസ് ആയി കഴിയുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലോൺ സാങ്ഷനാണ്, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പേയ്മെൻറ്റ് റിലീസ് ചെയ്താൽ എത്ര രൂപയ്ക്ക് പ്രോപ്പർട്ടി തരും. ദർ നെഗോസിയേഷൻ പവർ ഉണ്ടാവാണ് കസ്റ്റമർക്ക്. അപ്പോൾ എപ്പോഴും കസ്റ്റമർക്ക് ഒരു അവയർനെസ് ഉണ്ടാകുന്ന നല്ലതാണ്. തൻ്റെ ഇൻകം വെച്ചിട്ട് തനിക്ക് എത്ര വരെ കിട്ടും. അതായത് ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്ന ആദ്യം എനിക്ക് എത്ര രൂപ ലോൺ കിട്ടും എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊരു പ്രോപ്പർട്ടി നോക്കാൻ പോകുന്നതാണ് എപ്പോഴും ഏറ്റവും ഐഡിയൽ അല്ലേ? തീർച്ചയായും. ഓക്കെ.